കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്ന് വന്ന വാർത്ത നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചതാണ്. ഉറങ്ങിക്കിടന്ന ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ചു മോഷ്ടിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു. എന്തായാലും അതിൽ ഇന്നലെ കവർച്ച നടത്തിയ കേസിൽ പ്രതിയെ കണ്ടെത്താനായി അന്വേഷണം വളരെ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇന്നലെയൊക്കെ ഒരാളെ പിടികൂടിയിരുന്നു. കുടക് സ്വദേശിയായ പ്രതി കർണാടകയിൽ ഒളിവിൽ കഴിയുന്നതായാണ് വിവരം. സംഭവം നടന്ന ബുധനാഴ്ച രാവിലെ മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയായിരുന്നു ലഭിക്കുന്നത്. എന്തായാലും ഷഫീഖ് നസ്രുലിലേക്ക് പോകാം. ഷഫീഖ്, പ്രതി കുടക് സ്വദേശി എന്നുള്ള വിവരങ്ങൾ ഇന്നലെ വന്നിരുന്നു. പ്രതി ഉടൻ പിടികൂടുമെന്നുള്ള വാർത്തകളായിരുന്നു ഇന്നലെ വന്നിരുന്നത്. എന്തായാലും ആ രീതിയിലേക്കുള്ള അന്വേഷണം ഊർജിതമാകുന്നുണ്ടോ? അതായത് പ്രതി ഉടൻ പിടിയിലാകുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ടോ? CCTV ദൃശ്യങ്ങളിൽ നിന്നാണോ ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്? കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് ഈ പടന്നക്കാട് പെൺകുട്ടി കിടന്നുറങ്ങിയായിരുന്ന പെൺകുട്ടിയെ 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണ്ണാഭരണം കവർച്ച നടത്തുകയും പീഡിപ്പിക്കുകയും ചെയ്ത സംഭവമുണ്ടായത്. അന്ന് തന്നെ മലയാളം അറിയാവുന്ന ഒരാളാണ്, മലയാളത്തിൽ സംസാരിച്ച ആളാണ് ഈ പ്രതി എന്ന് കുട്ടി മൊഴി നൽകിയിരുന്നു. ആ പരിസരം കൃത്യമായി അറിയാവുന്ന ഒരു ആളാണ് എന്നൊരു നിഗമനവും പോലീസിലെത്തിയിരുന്നു. എന്നാൽ CCTV ദൃശ്യങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രതിയുടെ മുഖം വ്യക്തമായിരുന്നില്ല. 2 CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞത്. ഈ പെൺകുട്ടിയുടെ വീടിന് സമീപത്തുകൂടി പുലർച്ചെ നടന്നു പോകുന്ന ആളുടെ CCTV ദൃശ്യവും അതോടൊപ്പം തന്നെ അതിന് 2 ദിവസം മുൻപ് അവിടെ ഒരു മോഷണം നടന്നിരുന്നു. ആ മോഷണത്തിലെ CCTV ദൃശ്യവും പരിശോധിച്ചപ്പോഴാണ് ഈ 2 പേരും ഒരുപോലെയാണ് നടക്കുന്നത് എന്ന മനസ്സിലാവുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കുടക് സ്വദേശിയാണ് ഈ വ്യക്തിയെന്ന് മനസ്സിലാവുകയും അവരുടെ കുടുംബാംഗങ്ങൾ തന്നെ ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ആ പ്രതിയാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു. ഈ സംഭവം നടന്ന ഉടൻ തന്നെ കർണാടകയിലേക്ക് മുങ്ങിയിരുന്നു. ഇപ്പോഴും കർണാടകയിൽ വിവിധ സ്ഥലങ്ങളിൽ മാറി താമസിക്കുകയാണ് എന്ന വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. അദ്ദേഹം ആ പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതും രക്ഷപ്പെടുന്നതിന് സഹായകമാവുന്നുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെയാണ് ഓരോ താവളങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയാണ് എന്നത് സംബന്ധിച്ച് പോലീസിന് കൃത്യമായൊരു സൂചന ലഭിച്ചിട്ടില്ല. പ്രതിയെ ഉടൻ പിടികൂടാനാവും എന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട്. കൃത്യമായ ഒരു വിവരം ഈ കൃത്യം നടത്തിയത് ഇന്ന പ്രതിയാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിന് സമാനമായ കേസുകൾ കുടകിലും അതോടൊപ്പം തന്നെ കാസർഗോഡും ഈ പ്രതിക്ക് നേരത്തെയുണ്ട്. 5ഓളം കേസുകളിൽ പ്രതിയാണ് ഈ വ്യക്തി. അതോടൊപ്പം തന്നെ കുട്ടികളെ പീഡിപ്പിച്ചതടക്കമുള്ള സംഭവങ്ങളിലും പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ ലഭിച്ചിരുന്നു. പ്രതിക്കെതിരെ കുടകിലും സമാനമായ പോക്സോ കേസ് അടക്കമുണ്ട് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാൻ ആകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം.